ഈ കേരളത്തിലെ ചില സ്ഥലനാമങ്ങൾ വലിയ കൗതുകമുണർത്തുന്നതാണ്. നമുക്കറിയാം, ഒരു മലയോര പട്ടണമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി. ഇവിടെ ഒരു സ്ഥലനാമമുണ്ട്, ചൈനാമുക്ക്. അതിനകത്ത് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് നമുക്ക് ആ പേരിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കോന്നി സ്വദേശിയായിട്ടുള്ള ശ്രീ കോന്നി ഗോപകുമാറിന് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയും. കോന്നിയിലെ ഒരു ജംഗ്ഷൻ, കോന്നി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല, ചെറിയ ജംഗ്ഷനാണ് ചൈനാമുക്ക്. ഈ ചൈനാമുക്കിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയാവുന്ന, ഞാൻ ചൈനാമുക്കിന് താമസിക്കുന്നതിനായുണ്ടാണ്. എൻ്റെ വീട് ചൈനാമുക്കാണ്, ചൈനാമുക്കിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ബസ്, ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ബസ് വന്നിട്ട് കോന്നി ജംഗ്ഷൻ കഴിയുമ്പോഴും ബസ്സുകാർ ചൈനാമുക്കെന്ന് പറയത്തില്ല, അവർ ചൈന എന്നേ പറയത്തുള്ളൂ. ചൈന എന്ന് പറയുമ്പോൾ ആളുകൾ ഇറങ്ങും. ഒരിക്കലേ എൻ്റെ ചൈന ഇറങ്ങാനുണ്ടോ, ചൈനയിൽ ഇറങ്ങാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചൈന ഇറങ്ങും. ഞങ്ങളൊക്കെ പിന്നെ 6-7 കൊല്ലം ചൈനയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. ചൈനയിൽ നിന്ന് കയറി ചൈനയിൽ ഇറങ്ങുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ വരാൻ രസകരമായൊരു വസ്തുതയുണ്ട്. അത് പറയുന്നത് 52-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ വ്യത്യാസം വർഷത്തിന് വന്നേക്കാം. എന്തോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു എല്ലാ മണ്ഡലങ്ങളിലും കൂടെ യാത്ര ചെയ്തൊരു ഘട്ടമുണ്ട്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലില്ല. അപ്പോൾ കോന്നിയിലൂടെ അദ്ദേഹം വരുമ്പോൾ നെഹ്റു വരുന്നത് പ്രമാണിച്ച് ഈ ചൈനാമുക്കിനുള്ളൊരു പ്രത്യേകത, ചൈനാമുക്കിലെ 98% ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ്. ചൈനാമുക്കിന് 98% ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ചൈനാമുക്ക് കംപ്ലീറ്റ് ചുവന്ന കൊടി കൊണ്ടങ്ങ് അലങ്കരിച്ചിരിക്കുകയാണ് നെഹ്റു വരുമ്പോൾ. ഇന്നത്തെ പോലെ അതൊന്നും എടുത്തു മാറ്റുന്ന സംവിധാനമൊന്നുമില്ല, ജനാധിപത്യ ബോധം ഒന്നുണ്ടല്ലോ. അപ്പം നെഹ്റു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഇതേത് സ്ഥലം, ഇതെന്ത് ചൈനയാണല്ലോ ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. കാരണം മൊത്തം ചുവന്ന കൊടി, അല്ല കോൺഗ്രസിൻ്റെ കൊടിയൊന്നും അവിടെ കാണാനില്ല, കോൺഗ്രസ് ഇല്ല അവിടെ. അതാണ് ചൈനാമുക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ നെഹ്റു ചോദിച്ചത് കൊണ്ടാണ് ഇത് ചൈനാമുക്ക് എന്ന് പേര് വന്നത് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു കഥ. ഇതിപ്പോൾ ഔദ്യോഗിക സ്ഥലനാമമായോ? ഇപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ചൈനാമുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഒരു കാലഘട്ടത്തിൽ ചൈനാമുക്കിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇന്ന് ആ ചൈനാമുക്കിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ചൈനാമുക്കിലെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോന്നി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പ്രത്യേകത, കോന്നി കോൺസ്റ്റിറ്റ്യുവൻസി യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സിന് മെജോറിറ്റി ഉള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോന്നിയിൽ. പക്ഷേ പലപ്പോഴും അവിടെ ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കോന്നി ഇപ്പോൾ ചൈനാമുക്കുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ കോന്നി അടങ്ങുന്നത് നേരത്തെ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിരുന്നു. അന്ന് തോപ്പിൽ ബാസി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. തോപ്പിൽ ബാസി ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. അദ്ദേഹം മത്സരിച്ച ഏക തെരഞ്ഞെടുപ്പ് ഈ കോന്നിയിൽ അദ്ദേഹം മത്സരിച്ച. എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത്, തോപ്പിൽ ബാസിയുടെ അടുക്കലാണ് അന്ന് പാർട്ടിയുടെ ആരോ പറഞ്ഞു, അന്ന് ഈ പെരുന്നേൽ പോയി NSSന്റെ പ്രസിഡന്റിനെ സെക്രട്ടറി അല്ല. അന്ന് അത് രസകരമായൊരു കാര്യം, അന്ന് കോന്നിയിൽ വളരെ പ്രമുഖമായ ഒരു നായർ കുടുംബമാണ് പഴൂർ രാമകൃഷ്ണപിള്ള. എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് വലിയ പ്രൗഢിയാണ്, വലിയ നല്ല ഒരു ആഠ്യത്വമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് അന്ന് അവിടുത്തെ ഒരു നായർ പ്രമാണി. പിന്നെ ചേന്നാട്ടെന്ന് പറയുന്നൊരു കുടുംബമുണ്ട്, മറ്റപ്പിള്ള എന്ന് പറയുന്ന ഫാമിലിയുണ്ട്. അവരൊക്കെ പ്രമുഖമായ ചില നായർ കുടുംബങ്ങളുണ്ട്. അതിൽ ഈ NSSൻ്റെ അവിടുത്തെ നേതാവ് ഈ ഇദ്ദേഹമായിരുന്നു, പഴൂരെ ശ്രീരാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആയിരുന്നു. അന്ന് എൻ്റെ ഓർമ്മയെ ഞാൻ പറയുന്നതാണേ, പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല, റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പിന്നെ തോപ്പിൽ ബാസിയെ ചെന്ന് കണ്ടുവിട്ട് പറഞ്ഞു, അത് ഭാസ്കരൻ പിള്ള പോയി ചങ്ങനാശ്ശേരി പോയി മൂപ്പിലാനെ ഒന്ന് കാണണം, കണ്ടാലേ ഇവിടെയുള്ള നായന്മാരെല്ലാം വോട്ട് ചെയ്യും. നല്ല ടൈറ്റ് ഫൈറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നായന്മാർ വോട്ട് ചെയ്യുമെന്നൊരു സംശയം. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യത്തില്ല, ഈഴവരുടെ വോട്ട് എന്തായാലും നല്ല ഭൂരിപക്ഷം കിട്ടും. അതുകൊണ്ട് മാത്രം ജയിക്കില്ലല്ലോ, നായരുടെ വോട്ടുകൂടെ വേണം. അല്ല, കുറച്ച് ക്രിസ്ത്യാനികൾ ഒരു പക്ഷേ വോട്ട് ചെയ്തേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ തോപ്പിൽ ബാസി അന്നേരം പറഞ്ഞു, ഞാനിവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് നിൽക്കുന്നത്, ഞാനൊരു സമുദായ നേതാവിനെയും പോയി കാണില്ല. സൗകര്യമുള്ള എനിക്ക് വോട്ട് ചെയ്താൽ മതി, ഇല്ലാത്ത വോട്ട് ചെയ്യണ്ട. എന്തായാലും ഒരു മതമേലധ്യക്ഷനെയോ സമുദായ നേതാവിനെയോ ഒന്നും കാണാൻ ഞാൻ പോവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, വോട്ട് ചെയ്യുന്നവർ ചെയ്തിട്ട്, ജയിച്ചാലും സന്തോഷം, തോറ്റാലും സന്തോഷം, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇവർക്ക് വലിയ പ്രകോപിതരായി. മന്നത്ത് പത്മനാഭനെ പോയി കാണാൻ, മൂപ്പിലാൻ എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭനെയാണ്, അദ്ദേഹത്തിനെ പോയി കാണാൻ വൈമനസ്യം കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു നിന്നയായിട്ടാണ് അവർ കണ്ടത്. ഇവർ നേരെ പെരുന്നയിൽ പോയി സമുദായാചാര്യനെ കണ്ടു. അദ്ദേഹത്തോട് ഇവർ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ഞങ്ങൾ ആ
ഭാസ്കരൻപിള്ളയോട് പറഞ്ഞു, ഇവിടെ വന്ന് അങ്ങയെ ഒന്ന് കാണാൻ പറഞ്ഞു. വളരെ ധിക്കാരത്തിൽ ഭാസ്കരൻപിള്ള പറഞ്ഞു, ഞാനൊരു സമുദായ നേതാവിനെയും കാണത്തില്ല, മതപ്രമാണിയും കാണത്തില്ല, മതമേലധ്യക്ഷനെയും കാണത്തില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ സൗകര്യമുള്ള എനിക്ക് വോട്ട് ചെയ്താൽ മതി, അല്ലാതെ ഞാൻ ഇതിനൊന്നും വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ധരിച്ചത് മന്നം ക്ഷുഭിതനാകുന്നതാണ്. മന്നവണ്ണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായ, അതാണ് അവൻ പറയട്ടെ, അവൻ കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ, അതാണ് അവൻ പറയേണ്ടത്. നിങ്ങൾ അയക്ക് വോട്ട് ചെയ്യേ, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഭാസ്കരൻപിള്ളയ്ക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ നല്ല മിടുമിടുക്കന്മാർ വേണം നമ്മുടെ രാഷ്ട്രീയത്തിൽ വരാൻ. ഒന്നും നോക്കേണ്ട കാര്യമില്ല, അയക്ക് വോട്ട് വേണോ വേണ്ട എന്നുള്ള അയാളുടെ കാര്യം. നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ അവകാശം. അതുകൊണ്ട് അയക്ക് വേണമെങ്കിലും വേണ്ടായാലും നിങ്ങൾ ഭാസ്കരൻപിള്ളയ്ക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ ആത്മകഥയിൽ തോപ്പിൽ ഭാസി തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് ഈ കോന്നി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തോപ്പിൽ ഭാസി ജയിക്കുന്നു. പിന്നീട് പിന്നെ PSP സ്ഥാനാർത്ഥിയായിട്ട് ഹരിചന്ദ്രൻ നായർ ജയിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം MLA ആയിട്ടിരിക്കുമ്പോൾ തന്നെ മരിക്കുകയായിരുന്നു. അതിനുശേഷം PJ തോമസ്, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം ജയിച്ചു. പിന്നീട് അദ്ദേഹം തോറ്റുപോയി. പിന്നീട് 2 പ്രാവശ്യം ജയിച്ചത് VS ചന്ദ്രശേഖരപിള്ള എന്ന് പറയുന്ന CPMൻ്റെ നേതാവായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം PJ തോമസ് നിന്ന് തോറ്റു. അപ്പോൾ സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുമൺ ഗോപിനാഥൻ നായർ, അദ്ദേഹം INTUസിയുടെ നേതാവായിരുന്നു, മരിച്ചുപോയി. വളരെ ജനസമ്മതനാണ്. ഇവർ രണ്ടുപേരും ജനസമ്മതരാണ്. PJ തോമസും കൊടുമൺ ഗോപിനാഥൻ നായർ രണ്ടുപേരും ജനസമ്മതരാണ്. അപ്പോൾ അദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, കൊടുമൺ ഗോപിനാഥൻ നായർ നിന്നപ്പോഴേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാൻ പോയില്ല. PJ തോമസിന് സീറ്റ് കൊടുക്കാഞ്ഞതുകൊണ്ട് കൊടുമൺ ഗോപിനാഥൻ നായർ തോറ്റുപോയി. വീണ്ടും PJ തോമസ് വീണ്ടും മത്സരിച്ചു. അന്നേരം നായന്മാർ വോട്ട് ചെയ്യാൻ പോയില്ല, PJ തോമസ് തോറ്റുപോയി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ രണ്ടിൻ്റെയും ഗുണഭോക്താവായിട്ട് വന്നത് VS ചന്ദ്രശേഖരപിള്ളയാണ്. അദ്ദേഹമാണ് ജയിച്ചു വന്നത്, വോട്ട് ചെയ്തപ്പോഴും വോട്ട് ചെയ്യാത്തപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടുത്തെ ഡെമോഗ്രഫിയിലുണ്ടാകുന്ന ഇത്തരം ചില കൊച്ചു കൊച്ചു അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു വന്ന മണ്ഡലമാണ് കോന്നി. ഈ കോന്നിയിൽ നിന്നാണ് A പത്മകുമാർ ജയിച്ചത്. ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയ പത്മകുമാർ കോന്നിയിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. പത്മകുമാർ കോന്നിയിൽ ജയിച്ചു വന്നത് നിസ്സാര കാര്യമല്ല. കാരണം പത്മകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് മുഴുവൻ ആളുകളും ജയിച്ചു. ഒരു സഹതാപ തരംഗത്തിൽ എല്ലാവരും ജയിച്ചു പോയി. അന്ന് പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന NDP സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആൾ, ചിറ്റൂർ രാമചന്ദ്രൻ നായർ. അദ്ദേഹം ദീർഘകാലം പിന്നെ ദേവസ്വം ബോർഡ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഒരു കോളേജിൻ്റെ ദേവസ്വം ബോർഡ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടിരുന്ന ആളാണ് CP രാമചന്ദ്രൻ നായർ. അദ്ദേഹം ചിറ്റൂർ ഫാമിലിയിലാണ്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന MLA ചിറ്റൂർ ശശാങ്കൻ നായരാണ്. ശശാങ്കൻ നായർ ഹരിചന്ദ്രൻ നായരുടെ ബന്ധുവാണ്. അപ്പം ചിറ്റൂർ ഫാമിലിയിൽ നിന്നാണ് ഈ 3 പേരും വരുന്നത്. അപ്പോൾ ശശാങ്കൻ നായർ അവിടെ ജയിച്ചു. NDPക്ക് അന്ന് കിട്ടിയ അങ്ങനെ NDP സീറ്റ് പിടിച്ചു. അതിനുശേഷം CP രാമചന്ദ്രൻ നായർ സാർ വന്നു. രാമചന്ദ്രൻ നായർ സാർ വളരെ ജനസമ്മതനും നിസ്താരവനായ ജന്മഭ്യമാൻ നല്ല മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ തോറ്റുപോയി. പത്മകുമാർ ആ തെരഞ്ഞെടുപ്പിൽ പിന്നീട് കോന്നി മണ്ഡലം അങ്ങോട്ട് മാറുകയും ചെയ്തു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കോന്നിയിലെ പത്മകുമാർ സഹതാപ തരംഗത്തെ അതിജീവിച്ച് ജയിച്ചു വന്നു. ജയിച്ചു വന്നു കഴിഞ്ഞപ്പം പത്മകുമാറിന് പറ്റിയ ഒരു പാളിച്ച എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, VR ശിവരാജൻ. ശിവരാജനാണ് പാർട്ടി അന്ന് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ശിവരാജൻ ഒട്ടും പബ്ലിക് റിലേഷനുള്ള ഒരാളായിരുന്നില്ല, വളരെ ഈഗോസെൻട്രിക്കായ ഒരാളായിരുന്നു ശിവരാജൻ. അപ്പോൾ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു സെറ്റ് ബാക്ക് പത്മകുമാറിനുണ്ടാക്കി. അന്നേരം VS ഗ്രൂപ്പും അച്യുതാനന്ദൻ ഗ്രൂപ്പുമായിട്ടുള്ള അച്യുതാനന്ദനും നയനാർ ഗ്രൂപ്പുമായിട്ട് ഒരു റിഫ്റ്റ് വരുന്നു. ആ സമയത്ത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളൊരു P രാമകൃഷ്ണനുണ്ട്. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ ഫാബ്രിക്കേറ്റഡ് ആരോപണം കൊണ്ടൊന്നാണ് രാമകൃഷ്ണനെ മാറ്റുന്നത്. ഒരുപാട് അഴിമതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് പാർട്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളെ, കോന്നി ലോക്കൽ കമ്മിറ്റി മെമ്പറും കർഷക സംഘത്തിൻ്റെ ജില്ലാ ട്രഷററായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. വളരെ നല്ലൊരു പാവ മനുഷ്യനായിരുന്നു P രാമകൃഷ്ണൻ. അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടാക്കി. അദ്ദേഹത്തിനെതിരെ ആരോപണം പറയണമെന്ന് എന്നോട് പോലും 2 നേതാക്കന്മാർ വന്ന് പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി കൂടുമ്പോഴേ ഒരു കടലാസ് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു DTP എഴുതിയിരിക്കുക, P രാമകൃഷ്ണന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു പിംകോസ് എന്ന് പറഞ്ഞൊരു കോപ്പറേറ്റീവ് സെക്ടറിലെ ബസ്സിൻ്റെ കാര്യത്തിനകത്ത്. ഞാൻ പറഞ്ഞു, ഇത് വെച്ച് ഞാൻ വായിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത്, അത് ശരിയല്ലല്ലോ, ഇതാർക്കും ചെയ്യാനൊക്കെ ഒന്നൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പം എന്നെ കാണാൻ വന്ന ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാണാൻ വന്ന ആൾ പറഞ്ഞു, അതൊന്നും വേണ്ട, സാറങ്ങ് പറഞ്ഞാൽ മതി. ലോക്കൽ കമ്മിറ്റിയിൽ സാറ് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവരൊന്നും ഇല്ലല്ലോ, ഉണ്ടാകുന്ന. ഞാൻ പറഞ്ഞു,
പറഞ്ഞാൽ അത് ഞാൻ പറയില്ല, അതിൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ അന്തസ്സിൻ്റെയും പ്രശ്നമാണ്. കൃത്യമായ ഒരു ആരോപണം പറഞ്ഞാൽ പറയാം, ഇതൊന്നും വെച്ചിട്ട് പറയാൻ പറ്റുകയില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ഏരിയ സെക്രട്ടറി എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറിന് ഈ പാർട്ടി തുടരാൻ അല്പം ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. അവർ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പാർട്ടി തുടരാൻ ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞു, ഞാൻ പാർട്ടി പ്രവർത്തനം എൻ്റെ ജീവിതമാർഗ്ഗമല്ലല്ലോ, ഞാൻ കോളേജ് ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. നിങ്ങളെന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റിയാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്നെ കൊണ്ട് വോട്ട് പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഓരോ സൊസൈറ്റിയിൽ ഇലക്ഷൻ വരുമ്പോഴും അവിടെ വരുമ്പോഴും ഇവിടെ വോട്ട് പിടിക്കാനല്ലേ ഞാൻ ഇറങ്ങുന്നത്. പാർട്ടി ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, എനിക്കതൊരു പ്രശ്നമല്ല. പാർട്ടി തന്നെ ഞാൻ കളഞ്ഞു വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അത്രമാത്രം ഗ്രൂപ്പിസം ഉണ്ടായിരുന്നൊരു ഒരു 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 സ്ഥലമായിരുന്നു. ഈ ഗ്രൂപ്പിസത്തിൻ്റെ എല്ലാം കേന്ദ്രം ചൈനാമുക്കായിരുന്നു. കാരണം ചൈനാമുക്കിന് പിന്നീടുണ്ടായൊരു പ്രത്യേകത, ചൈനാമുക്കിന് അന്നൊരു ട്യൂട്ടോൾ കോളേജ് ഉണ്ടായിരുന്നു. അഷ്ടമുടി സുകുമാര സാറാണ് ട്യൂട്ടോൾ കോളേജ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എങ്ങും അദ്ദേഹത്തിന് ഒരു അർഹിക്കുന്ന സ്ഥാനം കൊടുത്തില്ല, അത് വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോൾ കോളേജിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മീറ്റിംഗ് നടത്തുന്നത്. ഇദ്ദേഹത്തോട് ചോദിക്കത്തുപോലുമില്ല, ഇത്രാം തീയതി ഇന്ന മീറ്റിംഗ് വിക്ടറി കോളേജിൽ, അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഈ ചൈനാമുക്കിലേക്ക് ആകർഷിച്ച് നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോന്നിയിലൊരു അടിത്തറ ഉണ്ടായിക്കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അഷ്ടമുടി സുകുമാരൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഷ്ടമുടി സുകുമാര സാറിൻ്റെ ട്യൂട്ടോൾ കോളേജ് ഇരിക്കുന്ന ചൈനാമുക്ക് പിന്നീട് കോന്നിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഭവ കേന്ദ്രമായി മാറിയെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് കൊടിയല്ലാതെ വേറെ ഒരു കൊടിയും ചൈനാമുക്കിന് ഉയരാൻ അനുവദിക്കത്തില്ലായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ പോലും ഇത്രയും കൊടി ചൈനാമുക്കിലെ പോലെ ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് അടൂർ പ്രകാശ മണ്ഡലം കൈക്കലാക്കി. അത് വലിയൊരു ടേണിംഗ് പോയിന്റാണ്. അത് പത്മകുമാർ രണ്ടാമത്തെ പ്രാവശ്യം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായി. പാർട്ടിക്കാർ സത്യത്തിന് കാലുവാരി, അതാണ് സത്യം. കാരണം ആ തെരഞ്ഞെടുപ്പുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട ആധികാരികമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. പാർട്ടിക്കാർ വോട്ട് ചെയ്തില്ല. അങ്ങനെയാണ് അടൂർ പ്രകാശ് 800 വോട്ടിന് അടൂർ പ്രകാശ് ജയിച്ചു വരുന്നത്. അതെ, 800 വോട്ടാണ്. അവിടെ നിന്ന് അടൂർ പ്രകാശ് തുടങ്ങിയ ആ നേട്ടം പടിപടിയായിട്ട് ഉയർത്തി 25,000 വോട്ടിനൊക്കെ അടുത്ത് അദ്ദേഹം കൊണ്ടുവന്നു. ഈ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല. അത് അല്ല, അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയത് കേന്ദ്രമന്ത്രിയാക്കാമെന്നായിരുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിയാകാമെന്ന് പറഞ്ഞ് വിശ്വസിച്ചാണ് അദ്ദേഹം അവിടെ പോയത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഗ്രാഫ് പോയി. കാരണം അദ്ദേഹം കോന്നി നിന്നിരുന്നുവെങ്കിൽ അടൂർ പ്രകാശ് എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം അവിടെ MLA ആയിട്ടിരിക്കായിരുന്നു. കാരണം കോന്നി കുറച്ച് വികസനം ഉണ്ടാക്കിയെന്നുള്ളത്, കോന്നിയെ സൃഷ്ടിച്ചതിനകത്ത് വലിയൊരു പങ്ക് അടൂർ പ്രകാശ്. തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്നാണ്. രക്ഷയില്ല, എങ്ങനെ വരാനാണ്? അടൂർ പ്രകാശ് പോയതുകൊണ്ട് 2 നഷ്ടമുണ്ടായി. അടൂർ പ്രകാശിന് സ്ഥിരമായി നിലനിർത്താൻ കഴിയുന്നൊരു മണ്ഡലം, ഒരു ഉറച്ച മണ്ഡലം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വന്നായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് മന്ത്രിയാകാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു. കോന്നിക്കുണ്ടായ നഷ്ടം, കോന്നിക്ക് സമർത്ഥനായ ഒരു MLA നഷ്ടപ്പെട്ടു പോയി. കോന്നി പിന്നീട് വന്ന MLA കൊണ്ട് കാര്യമായി ഒരു നേട്ടവും കോന്നിക്കുണ്ടായില്ല. അടൂർ പ്രകാശ് ചെയ്തിടത്തുനിന്ന് 1 സെന്റിമീറ്റർ മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ MLAക്ക് കഴിഞ്ഞില്ല. ജനീഷ്, അതെ, ഒന്നും പറ്റിയില്ല, ഒന്നും. ഈ കോന്നിയെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങളിലൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഒന്ന്, ആന വളർത്തൽ കേന്ദ്രം അല്ലേ, പിന്നെ ഒരു ടൂറിസം കേന്ദ്രമാണ്, പിന്നെ ഈ കല്ലേലി അപ്പൂപ്പൻ. അതെ 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 അല്ലേ, വളരെ എല്ലാ മലകളുടെയും അധിപനായിട്ട് കല്ലേലി അപ്പൂപ്പനും അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോന്നിക്കൊരു പ്രത്യേക സ്ഥാനമാണ്. ഉണ്ട്. കല്ലേലി അപ്പൂപ്പന് ഈ കൗളാചാര പ്രകാരം ആരാധന നടക്കുന്നൊരു അമ്പലമാണ്. ഈ പട്ടിക ജാതിപ്പെട്ട ആളുകളാണ് അവിടെ, എനിക്ക് തോന്നുന്നു സാംബവ സമുദായമാണെന്ന് തോന്നുന്നു. അവരാണ് ആ പൂജയും ആരാധനയൊക്കെ നടത്തുന്നത്. വലിയ ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രമൊന്നുമില്ല, കാടിനകത്തുള്ളൊരു ആരാധനാ കേന്ദ്രമാണ്. വലിയ ബിൽഡിംഗ് ഒന്നുമില്ല, പക്ഷെ അത് വലിയൊരു പ്രശസ്തമായ ഒരു ആരാധനാ കേന്ദ്രമായിട്ട് മാറി. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും കല്ലേലി അപ്പൂപ്പനെ കണ്ടു തൊഴാൻ ആൾ വരാറുണ്ട്, ആനക്കൂട് കാണാൻ വരാറുണ്ട്. അപ്പോൾ കല്ലേലി അപ്പൂപ്പനും ആനക്കൂടിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഭവ കേന്ദ്രമായ ചൈനാമുക്ക് ഇന്നും ചൈനാമുക്കായിട്ട് ചുവന്ന കൊടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കൊടിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചൈനാമുക്ക് ഇപ്പോഴും ചൈനാമുക്ക് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.